ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സിമ്പിൾ ജേണൽ ഉണ്ടാക്കിയാലോ, അതും നമ്മൾ ഹോം മെയ്ഡായി ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പഴയൊരു നോട്ട്ബുക്കാണ് കേട്ടോ. ആദ്യം തന്നെ ഒരു ബ്ലാക്ക് കളർ ചാർട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു പീസ് കൈകൊണ്ട് കീറിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിച്ച സ്റ്റിക്കേഴ്സ് എല്ലാം ഹാൻഡ് മെയ്ഡാണ്. പിന്നെ ഒരു ബ്രൗൺ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചതായിരുന്നു, പക്ഷെ നമുക്കതിന് പകരം നമ്മളെ ക്യാരി ബാഗിലെ പീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് സെൻറ്ററിലാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു സ്റ്റിക്കർ, ഫ്ലവറിൻ്റെ ഒരു സ്റ്റിക്കറാണ്, അതൊന്ന് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ എൻ്റെ കയ്യിൽ ഇതുപോലെ ഒരു പാറ്റേൺ പേപ്പർ ഉണ്ടായിരുന്നു. ആ പേപ്പർ ഒന്ന് കൈകൊണ്ട് വെച്ചിട്ട് തന്നെ കീറിയിട്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പേപ്പർ ഗ്ലൂ ആണ് കേട്ടോ ഞാനിവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇത് നമ്മളിങ്ങനെ കുറച്ച് കോഡ്സും സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം കാണിച്ചത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു പാറ്റേൺ പേപ്പറിൽ തന്നെ ചെറിയൊരു നോട്ട് ബുക്കിലെ പേജിലൊക്കെ പോലെ ഒരു പീസ് ഞാനിങ്ങനെ കൈകൊണ്ട് 4 സൈഡും കീറിയിട്ടൊന്ന് ഒട്ടിച്ചു. അതിൻ്റെ താഴെയായിട്ട് ഫ്ലവറിൻ്റെ സ്റ്റിക്കറും ഒരു ബട്ടർഫ്ലൈൻ്റെ സ്റ്റിക്കറും ബി റയർ എന്ന് പറഞ്ഞിട്ട് എഴുതിയൊരു കോട്ടും ഒരു ഫ്ലവറിൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്നിങ്ങനെ അവിടെ ഇവിടെ റാൻഡമായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി ഗ്യാപ്പ് തോന്നിയപ്പോൾ ഞാൻ ഒരു ബ്ലാക്ക് ചാർട്ട് എടുത്തിട്ട് അതിലുകൊണ്ട് വൈറ്റ്നർ കൊണ്ട് ഇങ്ങനെ ഒരു പാറ്റേൺ കൊടുത്തിട്ട് ആ ഒരു പീസിനോട് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഒരു ലീഫിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തു. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.